നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും എല്ലാം നമ്മൾ കാണുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രത്തെ പറ്റിയ ജനുവരി 22-ാം തീയതിയാണ് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലൊട്ടാകെ അക്ഷതവും ക്ഷണന പത്രികകളും എല്ലാം വിതരണം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അത് ഇന്ത്യയിലൊട്ടാകെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഇത് നടക്കുന്നുണ്ട്. BJPയുടെ ചുമതലയുള്ള ആളുകൾ ഇത് എല്ലാവരിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. മലയാളം സിനിമാ മേഖലയിലേക്കും മറ്റ് പ്രമുഖരിലേക്കും എല്ലാം ഇത് എത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അക്ഷതം കൈമാറപ്പെട്ട അല്ലെങ്കിൽ നൽകപ്പെട്ട ഒരാളാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടിയായിട്ടുള്ള ചിത്ര എന്ന് പറയുന്ന ഗായിക. ഈ അക്ഷതം സ്വീകരിച്ചതിന് പിന്നാലെ ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ട്. കാരണം അക്ഷതം സ്വീകരിച്ചത് മാത്രമല്ല, അതോടൊപ്പം എല്ലാവരും അയോധ്യ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് വീട്ടിൽ 5 തിരിയുള്ള വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്നും രാമനാമം ജപിക്കണമെന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായി. ഇതിൻ്റെ പേരിൽ ഈ വീഡിയോ പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ വളരെയധികം സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യയിൽ നമുക്ക് ആർക്കും നമ്മളുടേതായ അഭിപ്രായം നമുക്ക് പ്രകടിപ്പിക്കാം, പറയാം, അതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ ഞാനിതിൽ ചോദിക്കുന്ന മറ്റൊന്നുമല്ല. ചിത്ര എന്ന് പറയുന്ന ഗായിക നമ്മൾ കാണുന്ന കാലം തൊട്ട് അവർ ഒരു പൊട്ട് തൊട്ട് അതിന് മുകളിൽ ഒരു ചന്ദനക്കുരു തൊട്ട് അവരുടെ വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വിശ്വാസങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വിളക്ക് കത്തിക്കാനും രാമനാമം ജപിക്കാൻ പറയുന്നത് സ്വാഭാവികമാണ്. അത് അനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം, അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം. പക്ഷേ എന്നാൽ ഇതിനെ വളരെയധികം സൈബർ ഇടങ്ങളിൽ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം ഇതാണ് എന്ന് പറഞ്ഞ് അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നിലേക്കുമല്ല, നമ്മുടെ ഗപ്പി അടക്കമുള്ള സിനിമകളിൽ ഗാനം ആലപിച്ചിട്ടുള്ള സൂരജ് സന്തോഷ് എന്ന് പറയുന്ന ഗായകൻ ചിത്രയ്ക്കെതിരെ ഒരു വിമർശനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ പറഞ്ഞത് മനസ്സിൽ വന്ന വിഗ്രഹങ്ങൾ വീണുടഞ്ഞു അല്ലെങ്കിൽ മനസ്സിൽ വന്ന വിഗ്രഹം വീണുടഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്, മറ്റു പല ചിത്രങ്ങളും പല പരിപാടികളും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരു തീവ്ര അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വോടുകൂടിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുറുക്കി പിടിച്ചുകൊള്ളട്ടെ, പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ എന്നാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഞാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജാതിയോ മതമോ എന്തുമായിക്കൊള്ളട്ടെ, ആളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് വിയോജിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂരജ് സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി അവരെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഗ്രഹം വീണുടഞ്ഞു അല്ലെങ്കിൽ ഉടഞ്ഞു തുടങ്ങി എന്ന് പറയേണ്ട ആവശ്യമില്ല. അവനവന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് ഇത്തരത്തിൽ വിഗ്രഹം വീണുടയുന്നതാണെങ്കിൽ അത് നിങ്ങൾ കാണുന്ന കാഴ്ചയുടെ കുഴപ്പമാണെന്നേ പറയാനാവൂ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ വേദിയിൽ വെച്ച് മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം അടക്കമുള്ളവരെല്ലാവരും അക്ഷതം സ്വീകരിച്ചതാണ്. അവർക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു സൈബർ ബുള്ളിങ് വരാത്തത്? അപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടാർഗറ്റിംഗ് ആണ്. നമുക്കറിയാം, 24-ലെ ഹാഷ്മി എന്ന് പറയുന്ന വാർത്താവതാരകൻ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അഡ്വക്കേറ്റ് അരുൺകുമാർ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനോട് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ വാദപ്രതിവാദങ്ങളും ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഇതേ തുടർന്ന് ഹാഷ്മിക്ക് നിരന്തരം സൈബർ ഇടങ്ങളിൽ നിന്ന് തെറിവിളിയും ബഹളവുമാണ്. അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരാളെയല്ല പലരെയും വിമർശിച്ചിട്ടുണ്ട്. അതായത് ജാതി മത ഭേദമന്യേ എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. എങ്കിലും CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വിമർശിച്ചതിന് ശേഷം മാത്രമാണ് ഇത്രയധികം സൈബർ കമ്മികൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും തെറിവിളിക്കുന്നതും കേട്ടാലറയ്ക്കുന്ന തരത്തിലുള്ള തെറിവിളികൾ നടത്തുന്നതും. അപ്പോൾ അത്രയ്ക്കും വലിയൊരു കടന്നൽ കൂട്ടം തന്നെയാണ്. ഇതിപ്പോ ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വാർത്ത, ദേശാഭിമാനി കൊടുത്ത ഒരു വ്യാജ വാർത്ത, അതായത് അയോധ്യയിലേക്ക് ബോട്ട് കടത്തി എന്നുള്ളത്. എന്നാൽ ഇത് വ്യാജ വാർത്തയാണെന്ന് ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കിൽ വ്യക്തമായ കാര്യമാണ്. ഇതിനെ മുൻനിർത്തി തന്നെ നമ്മളൊരു കണ്ടന്റ് ചെയ്തിരുന്നു. കാരണം
ഇത് ഫേക്കാണ്, ദേശാഭിമാനി കള്ളം പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത കണ്ടിട്ട് നമ്മുടെ കേരള ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ വാർത്തയുടെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചാനലിന്റെ പ്രൊഫൈലിലേക്ക് ഒരു മെസ്സേജ് വരികയുണ്ടായി. കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള തെരുകളാണ് പറഞ്ഞത്. നിങ്ങൾ CPM-നെതിരെ മാത്രം എന്തുകൊണ്ട് വാർത്ത ചെയ്യുന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ. CPM-നെതിരെ 2 വാർത്ത എതിരെയെന്ന് പറയുമ്പോൾ എതിരെയെന്ന് പറയാൻ പറ്റില്ല. വസ്തുതകളുള്ള കാര്യങ്ങളിൽ നമ്മൾ വിമർശിക്കുന്നു, അത് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ 2 വാർത്ത വന്നപ്പോൾ ഇത്രയധികം നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്കൂ, അതാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ വിമർശിക്കുന്നവരുടെ ഇൻബോക്സുകളിൽ വന്ന് കേട്ടാലറയ്ക്കുന്ന തെറി പറയുകയല്ല വേണ്ടത്.